തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോയാൽ ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന പ്രതിഷേധമാണ് കാണുന്നത്. മാനന്തവാടി DM ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ് നമ്മൾ കാണുന്നത്. അവിടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടാകുന്നു, ഒന്നും തള്ളുമുണ്ടാകുന്നു. വലിയ ഒരു കൂട്ടം പ്രവർത്തകരെ നമുക്ക് കാണാനാവുന്നില്ല. എന്നാൽ തന്നെയും ഉള്ള പ്രവർത്തകർ പോലീസിനെ പ്രതിരോധിച്ച് DM ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒരുപാട് പ്രവർത്തകരൊന്നും അവിടെ എത്തിച്ചേർന്നിട്ടില്ല. വളരെ ചുരുക്കം പേര് മാത്രമാണ് ഉള്ളത്. അവിടെയുള്ള പോലീസിന് അവരെ നിയന്ത്രിക്കാൻ ഉള്ള സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. DMO ഓഫീസ് ഉപരോധിക്കുക എന്നതാണ് അവിടെ വയനാട്ടിൽ അവർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണ്ടത് കണ്ണൂരിലെ പ്രതിഷേധമാണ്. അതിനുശേഷം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമുണ്ട്. ഇപ്പോൾ കാണുന്നത് വയനാട് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ്. അവിടെ DMO ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ പോലീസുമായി ഒന്നും തള്ളുണ്ടാകുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്താണുള്ളത്. സുർജിത്ത്, വയനാട്ടിൽ എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരുപാട് പ്രവർത്തകരെ ഒന്നും അവിടെ കാണാനില്ലല്ലോ? പ്രവർത്തകരുണ്ട്, പക്ഷേ ആ പ്രതിഷേധം കനക്കുകയാണ്. പ്രതിഷേധം കനക്കാനുള്ള കാരണം നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ആ മാർച്ച് പോലീസ് തടയുകയാണ് ഉണ്ടായത്. ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അതിനുശേഷം ഒരു ധർണ നടന്നു. ആ ധർണയിൽ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം തന്നെ KPCC അംഗവുമായ KE വിനയൻ പ്രതിഷേധിച്ചു. KE വിനയൻ സംസാരിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ ഇരച്ചു കയറി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അത് മാറിയത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ തടയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഒരു സംഘർഷാവസ്ഥ എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവരെ തടഞ്ഞുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയത്. ഇത്തരത്തിൽ ഒരു ധർണ എന്നുള്ള തരത്തിലായിരുന്നു ഈ സമരം നടന്നത്. അതിനുശേഷം ആണ് ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്.